കേരളത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സുനാമി കണ്ടപ്പോൾ ദൃശ്യമായത് മുന്നണിയുടെ ഏകോപനത്തിലെ വിജയം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന സമയത്ത് തന്നെ UDF മുന്നോട്ട് വെച്ച 100 സീറ്റുകൾ എന്ന ഹിമാലയൻ ലക്ഷ്യം കീഴടക്കിയാണ് ടീം UDF വിസ്മയമായത്. മുഖ്യമന്ത്രി കസേരയ്ക്കായി തമ്മിലടി എന്ന് ആരോപണം ഉയർന്നപ്പോഴും തെരഞ്ഞെടുപ്പിൽ തോൽക്കാൻ ഒരു അവസരവും നൽകാതെ സുസംഘടിതമായിരുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ UDFന്റെ പ്രചാരണം. 10 വർഷം തുടർച്ചയായി സംസ്ഥാനം ഭരിച്ച ഇടതുമുന്നണിക്കെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് തദ്ദേശ ഫലം വന്നപ്പോഴേ വ്യക്തമായിരുന്നെങ്കിലും ഒരു ആലസ്യവും പ്രചരണത്തിൽ കോൺഗ്രസും സഖ്യകക്ഷികളും വരുത്തിയില്ല. UDF ജയിച്ചാൽ മുഖ്യമന്ത്രിയാവാൻ കാത്തിരിക്കുന്നു എന്ന് പറയപ്പെട്ടിരുന്ന KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയും മുന്നിൽ നിന്ന് നയിച്ചാണ് UDFന് നൂറുമേനി ജയം നേടിയത്. പ്രത്യക്ഷത്തിൽ VDയും KCയുമായിരുന്നു തെരഞ്ഞെടുപ്പിൽ UDF പ്രചാരണങ്ങളുടെ ക്യാപ്റ്റന്മാർ. VD കേരളത്തിലും KC ദില്ലിയിലും ഇരുന്ന് എല്ലാ തന്ത്രങ്ങളും മെനഞ്ഞു നടപ്പാക്കി. കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി കൂടി എത്തിയതോടെ UDFന്റെ പ്രചാരണ ചൂട് അതിന്റെ പരമ്യതയിലെത്തിയിരുന്നു. VD സതീശന്റെ നേതൃത്വത്തിൽ 2026 ഫെബ്രുവരി 6-ന് കാസർഗോഡ് നിന്ന് പുതുയുഗയാത്ര ആരംഭിക്കുമ്പോൾ അത് വിജയമാകുമോ എന്ന് സംശയിച്ചവരേറെ. എന്നാൽ വടക്കൻ കേരളത്തിലെ CPMന്റെ കോട്ടക്കൊത്തളങ്ങളിൽ പോലും വൻ സ്വീകരണം ഏറ്റുവാങ്ങി പുതുയുഗയാത്ര മാർച്ച് ആദ്യവാരം തിരുവനന്തപുരത്ത് അവസാനിച്ചപ്പോൾ കണ്ടത് UDFന്റെ വാഗ്ദാനങ്ങൾ ജനഹൃദയം കീഴടക്കുന്നത്. കേരളത്തെ വീണ്ടെടുക്കാൻ UDF എന്ന ആപ്തവാക്യത്തോടെയുള്ള പുതുയുഗയാത്ര യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിൽ UDF വിജയത്തിന്റെ ആണിക്കല്ലാവുകയായിരുന്നു. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായി മുസ്ലിം ലീഗ് വിസ്മയിപ്പിച്ച തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. 20-ലേറെ സീറ്റുകളിലാണ് ഇത്തവണ ലീഗിന്റെ വിജയം. LDFിലെ ഏറ്റവും വലിയ പാർട്ടിയായ CPMുമായി വിജയ സീറ്റുകളുടെ എണ്ണത്തിൽ നേരിയ വ്യത്യാസം മാത്രമേ ലീഗിനുള്ളൂ. എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ലീഗ് കേഡറുകളുടെ വൻ വിജയം കൂടിയായി ഇത്. തുടക്കം മുതൽ ഒടുക്കം വരെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനങ്ങൾക്കൊപ്പം അടിയുറച്ചു നിന്നായിരുന്നു ലീഗ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നതും ശ്രദ്ധേയമാണ്. ഉപമുഖ്യമന്ത്രി പദവും മന്ത്രിസ്ഥാനങ്ങളുടെ എണ്ണവും പോലെയുള്ള വലിയ ചർച്ചകളിലേക്കും വിവാദങ്ങളിലേക്കും ലീഗ് നേതാക്കളും അണികളും അധികം പോയില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇനി മന്ത്രി കസേരയിൽ ആരൊക്കെ എത്തുമെന്ന ആകാംക്ഷയാണ്. മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ ഓരോ കക്ഷികൾക്കും എത്ര മന്ത്രി പദവി ലഭിക്കുമെന്ന ചോദ്യം ഉയർന്നിട്ടുണ്ട്. വൻ വിജയം നേടിയ 21 അംഗ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രിസ്ഥാനങ്ങളാണ് കോൺഗ്രസിന് ലഭിക്കുക. ചരിത്ര വിജയം നേടിയതോടെ ധനകാര്യം ഉൾപ്പെടെയുള്ള സുപ്രധാന വകുപ്പുകൾ അടക്കം കോൺഗ്രസ് ഏറ്റെടുക്കും. ആര് മുഖ്യമന്ത്രിയാകും എന്നതിനെ ആശ്രയിച്ചിരിക്കും കോൺഗ്രസിലെ ബാക്കി മന്ത്രിമാരുടെ ഭാവി. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മന്ത്രിസഭയിലെത്തുമെന്ന് ഉറപ്പാണ്. K മുരളീധരൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, PC വിഷ്ണുനാഥ് എന്നിവർ മുൻനിരയിലുണ്ട്. വനിതാ പ്രതിനിധികളായി ഷാനിമോൾ ഉസ്മാനോ ബിന്ദു കൃഷ്ണയോ എത്തിയേക്കാം. ചാണ്ടിയുമ്മൻ, AP അനിൽകുമാർ, M ലിജു, VT ബൽറാം, മാത്യു കുഴൽനാടൻ, T സിദ്ദിഖ്, N ശക്തൻ തുടങ്ങിയവരാണ് കോൺഗ്രസിന്റെ മന്ത്രിസ്ഥാനത്തിനായി പരിഗണിക്കപ്പെടുന്ന പേരുകളിൽ ഉള്ളവർ. സാമുദായിക സന്തുലനവും പ്രാദേശിക പരിഗണനയും ഉറപ്പാക്കി മന്ത്രിമാരെ കണ്ടെത്തുക എന്നതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിലെ പ്രധാന വെല്ലുവിളി. മുസ്ലിം ലീഗിൽ നിന്ന് ആദ്യമായി നിയമസഭയിലെത്തിയ ഫാത്തിമ തഹ്ലിയയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഉയരുന്നുണ്ടെങ്കിലും സീനിയർ നേതാക്കളുടെ നീണ്ട നിര പരിഗണിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ അതിനുള്ള സാധ്യത കുറവാണെന്നാണ് സൂചന. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം വന്നാലുടൻ വകുപ്പുകൾ സംബന്ധിച്ച വിഭജനത്തിലേക്ക് മുന്നണി കടക്കും.